എല്ലാവരും യാസീൻ കാണാതെയാണ് ഓതാറുള്ളത്. ഒരു ദിവസം ഞാൻ നോക്കി ഓതിയപ്പോൾ എൻ്റെ ധാരാളം തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനാൽ നമ്മുടെ അക്ഷരത്തെറ്റുകൾ തിരുത്താൻ വല്ലപ്പോഴുമെങ്കിലും യാസീൻ നോക്കി ഓതാൻ ഉസ്താദ് അൽ ജവാബിലൂടെ ഒന്ന് നിർദ്ദേശിക്കണം. വളരെ നല്ല ഒരു നിർദ്ദേശം, സന്തോഷം തോന്നുന്നുണ്ട്. കാരണം യാസീൻ എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ സാധാരണ ഓതുന്ന കുൽഹു അല്ലാഹു അഹദ്, അത് കുറേ കാലം ഓതി പിന്നെ കുൻഫു അല്ലാഹു അഹദാവും. അപ്പോൾ ഇത് കുൻഫുവും കരോട്ടൊന്നുമല്ല. നമ്മൾ ഖുർആൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഓതുന്നതും അതിനകത്തുള്ളതുമായിട്ട് രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും. ശരിക്കും നമ്മൾ യാസീൻ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കി സമയമെടുത്ത് ആദ്യം മുതൽ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം അങ്ങനെ ഒന്ന് നോക്കി ഓതിയാലും നമ്മൾ ഓതുന്ന യാസീൻ ഇതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ കാണാതെ പഠിച്ച് കുറേ അങ്ങനെ നമ്മൾ ഓതിപ്പോവാണ്. അപ്പോൾ ഓതുന്നവരുടെ കൂട്ടത്തിൽ ഓതി കുറേ തെറ്റ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അക്ഷരങ്ങൾ ധാരാളം തെറ്റുണ്ടാവും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മളൊന്ന് സെർച്ച് നടത്തണം, ഒന്ന് ഓതി ഒന്ന് പരിശോധന നടത്തി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കണം. എങ്കിലേ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഖുർആനിൻ്റെ ശാപം നമുക്കുണ്ടാവും. യാസീൻ എന്ന് പറയുന്ന ഖുർആനിൻ്റെ ഹൃദയമാണ്, ഒരു പാളിച്ച അതിലുണ്ടാവാൻ പാടില്ല. എല്ലാവരും ഈ നിർദ്ദേശം ആ ചോദ്യകർത്താവിന് വേണ്ടി നിങ്ങളോട് ഒന്നുകൂടെ പറയാം. യാസീൻ വല്ലപ്പോഴും കണ്ടും കൂടി ഓതി കാണാതെ ഓതുന്ന അക്ഷരങ്ങൾ കണ്ടതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്.